സ്കൂളിൽ 7ാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. പ്രകാശത്തിന്റെ അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന പ്രകാശ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട ഒരു ശാസ്ത്ര പരീക്ഷണമാണ് ഞങ്ങൾ മുമ്പിൽ ചെയ്യാൻ പോകുന്നത്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് ഒടിവ് അഥവാ വ്യതിയാനം സംഭവിക്കുന്നു. ഇതിനാണ് അപവർത്തനം എന്ന് പറയുന്നത്. കൂട്ടുകാരെ, അപവർത്തനം നമുക്കൊന്ന് നേരിൽ കണ്ടാലോ? എല്ലാവരും റെഡിയല്ലേ? ഇനി നമുക്ക് പരീക്ഷണത്തിലേക്ക് കടക്കാം. അതിനാവശ്യമായ സാമഗ്രികൾ: കുറച്ച് വെള്ളം, സുതാര്യമായ ഒരു പാത്രം, ലൈറ്റർ, ചന്ദനത്തിരി, ലേസർ ടോർച്ച്, ഡെറ്റോൾ. ഈ പാത്രത്തിന് സുഷിരം ഉണ്ടായിരിക്കണം. ആദ്യമായി ഈ പാത്രത്തിലേക്ക് പകുതി ഭാഗം വെള്ളം നിറക്കാം. പ്രകാശം നന്നായി കാണാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് ഡെറ്റോൾ ചേർക്കാം. ഡെറ്റോൾ ചേർക്കുമ്പോൾ വെള്ളം ഒരു കുളവര് പോലെയാകുന്നു. അതുകൊണ്ട് പ്രകാശപാത്രം വ്യക്തമായി കാണാൻ സാധിക്കുന്നു. ഇനി ഈ പാത്രം അടക്കാം. അടുത്തതായി ചന്ദനത്തിന് കത്തിക്കാം. പാത്രത്തിനുള്ളിലേക്ക് പുക നടക്കാം. ഇനി നമുക്ക് ഈ ദ്വാരം അടക്കാം. ഇപ്പോൾ ഈ പാത്രത്തിൽ പകുതി ഭാഗം ജലവും പകുതി ഭാഗം പുകയും എന്ന ക്രമീകരണമാണുള്ളത്. കൂട്ടുകാരെ, ശ്രദ്ധിച്ചു നോക്കണേ. ഇനി നമുക്ക് വായുവിൽ നിന്ന് വെള്ളത്തിലേക്ക് ലേസർ ടോർച്ച് പ്രകാശിപ്പിച്ചു നോക്കാം. വായുവിൽ നിന്ന് വെള്ളത്തിലേക്ക് ലേസർ ടോർച്ച് പ്രകാശിപ്പിക്കുമ്പോൾ വിഭജന തലത്തിൽ വെച്ച് അതിന്റെ പാതയ്ക്ക് ഒടിവ് അല്ലെങ്കിൽ വ്യതിയാനം സംഭവിക്കുന്നു. ഇനി നമുക്ക് വെള്ളത്തിൽ നിന്ന് വായുവിലേക്ക് ലേസർ ടോർച്ച് പ്രകാശിപ്പിച്ചു നോക്കിയാലോ? വെള്ളത്തിൽ നിന്ന് വായുവിലേക്ക് ലേസർ ടോർച്ച് പ്രകാശിപ്പിക്കുമ്പോൾ വിഭജന തലത്തിൽ വെച്ച് പ്രകാശത്തിന്റെ പാതയ്ക്ക് ഒടിവ് അഥവാ വ്യതിയാനം സംഭവിക്കുന്നു. നല്ല ഭംഗിയുണ്ടല്ലേ ഈ കാഴ്ച കാണാൻ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ? കൂട്ടുകാരെ, നിങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത് കാണാറില്ലേ? ഇതിനൊക്കെ കാരണം അപവർത്തനം എന്ന പ്രകാശ പ്രതിഭാസം തന്നെ. പ്രകാശം ഒരു സുതാര്യ മാധ്യമത്തിൽ നിന്ന് പ്രകാശസാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് ഒടിവ് അഥവാ വ്യതിയാനം സംഭവിക്കുന്നു. ഇതിനാണ് അപവർത്തനം എന്ന് പറയുന്നത്. കൂട്ടുകാരെ, നിങ്ങൾ വീട്ടിൽ സുരക്ഷിതരായിരിക്കണം. നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹോം. നന്ദി, നമസ്കാരം.